പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ ഒരു പ്രവാചക വചനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ. നിന്റെ സഹോദരൻ അക്രമിയായാലും അക്രമത്തിന് ഇരയായവനായാലും ശരി, രണ്ട് നിലക്കായാലും നീ അവനെ സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം. അപ്പൊ ഈ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് മക്കയിൽ പ്രസിദ്ധമാണ്. അവരുടെ വർഗീയതയും വംശീയതയും ആഴം പഠിപ്പിക്കുകയാണ്. അവരൊറ്റ പോളിസി കൊണ്ടുപോകും. നിന്റെ സഹോദരനാണോ, നിന്റെ കുടുംബക്കാരനാണോ, നിന്റെ കൂട്ടുകാരനാണോ, നിന്റെ ആളാണോ, അവനാണ് അക്രമം ചെയ്തതെങ്കിൽ പോലും നീ അവന്റെ ഒപ്പം നിന്ന് അവനെ സപ്പോർട്ട് ചെയ്യണം. ഇനി അവനാ അക്രമത്തിന് ഇരയായവനാണെങ്കിൽ ശരി, നീ അവന് വേണ്ടി മറ്റുള്ളവരോട് പൊരുതണം. എങ്ങനെയായാലും ശരി, നീ അവന്റെ ഒപ്പമേ നിൽക്കാവൂ. അവന്റെ അവിടുത്തെ ന്യായവും തെറ്റും ശരിയൊന്നും നോക്കേണ്ടതില്ല. നിന്റെ കൂട്ടുകാരനാണെങ്കിൽ നിന്റെ ബന്ധുക്കളെ കൂടെ നിൽക്കണമെന്നാണ്. അപ്പൊ അത് തികച്ചും അനീതിയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ വാചകം എടുത്ത് അതിനൊരു പുതിയ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ പുതിയൊരു വേർഷൻ കൊടുത്തു. എന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരൻ അക്രമിയായാലും ശരി, അക്രമത്തിന് ഇരയായാലും ശരി, നീ അവനെ സഹായിക്കണം. അപ്പൊ സഹാബി നബി, ഇത് തന്നെയല്ല മക്കയിലെ ആളുകൾ മുമ്പും പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതിലെന്താ വ്യത്യാസം? അപ്പൊ അവര് പറഞ്ഞു, ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കാന്ന് പറഞ്ഞാൽ ഇരയോടൊപ്പം നിന്ന് അവന് വേണ്ടി അവനെ സഹായിക്കുക, അവന് വേണ്ടി നീതി വാങ്ങിക്കൊടുക്കുക എന്നത് മനസ്സിലായി. ഈ അക്രമിയെ സഹായിക്കാന്ന് അവര് പറഞ്ഞതും അങ്ങ് പറഞ്ഞതും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അക്രമിയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ തംനഉഹു മിനൽ ദുൽമി, നിരന്തരമായി ഈ അക്രമം ചെയ്യുന്ന ആളുകളെ ആ അക്രമത്തിൽ നിന്ന് തടയാൻ അവനെ സഹായിക്കാൻ, അതാണ് അവനെ സഹായിക്കുന്നത്. അപ്പൊ അന്ന് വരെ ഇല്ലാത്തൊരു വിശദീകരണമാണ് എങ്ങനെയാണ് അക്രമിയെ സഹായിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒരു നിർവചനം പറഞ്ഞാൽ, നിരന്തരമായി അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അയാളെ തടയുക എന്നുള്ളതാണ് അവനോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ സഹായം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് നമ്മളും മനസ്സിലാക്കേണ്ടതും സ്വീകരിക്കും. തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ അയാളുടെ തെറ്റ് ബോധ്യപ്പെട്ട് തെറ്റാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ കഴിയണം. അതാണ് നമ്മുടെ ആദ്യത്തെ ധാർമ്മിക ബാധ്യത. ഇനി അയാളെ തെറ്റ് നമുക്ക് അങ്ങനെ സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അയാൾ തെറ്റ് ചെയ്യാന്ന് അറിഞ്ഞിട്ടും അയാൾ നിരന്തരമായി അത് അക്രമമാണെന്ന് മനസ്സിലായിട്ടും പിന്നെ അയാളുടെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ അയാൾ നമ്മൾ മാനസികമായോ അല്ലാതെ സപ്പോർട്ട് ചെയ്യരുത്. നമ്മുടെ മാനസികമായ പിന്തുണ കൂടി കിട്ടിയാൽ പിന്നെ അയാൾ കൂടുതൽ അത് ചെയ്യുന്നതാണ്. അത് വലിയ അപകടവുമാണ്, വലിയ തെറ്റുമാണ്. ഇന്ന് സമൂഹം അങ്ങനെയാണ്. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവർ എന്ത് ചെയ്യും? മാനസികമായ പിന്തുണ കൊടുക്കുന്നർത്ഥം. ഈ അക്രമം എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലത് മാത്രമല്ല, ശരിക്ക് വിരുദ്ധം, ധർമ്മത്തിന് എതിരായി ആര് ചെയ്താലും ശരി, നമുക്ക് അയാളെ പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് അവിടെ ഒരു വോയിസ് ഇല്ലെങ്കിൽ ശരി, നമുക്ക് മാനസികമായി അകന്ന് നിൽക്കുവാനും അയാളോട് വിട്ടു നിൽക്കുവാനും ഒരു അകലം പാലിക്കുവാനും അയാൾക്ക് ഒരു മാനസികമായ പിന്തുണയും നമ്മൾ കൊടുക്കാതിരിക്കുവാനും ചെയ്യുക എന്നുള്ളത് നമ്മുടെ മതപരമായ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമോ, അയാൾ ചെയ്യുന്ന ആ തെറ്റിന് നബി പറഞ്ഞത് അയാൾ കൊടുക്കുന്ന മാനസികമായ സപ്പോർട്ട് ആ തെറ്റ് ചെയ്യുന്നത് തുല്യമാണ്. അയാളും നമ്മളും തുല്യക്കാരനാണെന്നർത്ഥം. അപ്പൊ നമ്മൾ സമൂഹത്തിനിടയിൽ ജീവിക്കുമ്പോൾ ആ ഒരു നിലപാട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ അറിയാതെ തന്നെ അയാൾ തെറ്റ് ചെയ്തിട്ടാണ് പാപം വാങ്ങുന്നത്, നമ്മൾ അയാളെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ, അയാൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നു എന്ന പേരിൽ നമ്മളും കൂടി ആ തെറ്റ് വാങ്ങി വെച്ച് പരലോകത്ത് വരുമ്പോൾ ഇരട്ടി ശിക്ഷ. ഒന്ന്, തടഞ്ഞില്ല എന്ന് വരും, രണ്ട്, അയാൾക്ക് പിന്തുണ കൊടുത്തു എന്നും വരും. മാത്രമല്ല അയാളെ ഈ നമ്മൾ കൊടുത്ത പിന്തുണയുടെ പേരിലായിരിക്കും കൂടുതൽ അയാൾക്ക് ആവേശം കയറാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മുടെ സാമൂഹിക ജീവിതത്തിലൊക്കെയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകത്തിൽ നീതി പാലിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.